റയൽ മാഡ്രിഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ശത്രുവാണ് ഈ താരം. 1991 അവരുടെ ഭാവി വാഗ്ദാനമായി മാറുമെന്ന് കരുതിയാണ് റയൽ മാഡ്രിഡ് അദ്ദേഹത്തിന് വലിയൊരു അവസരം നൽകുന്നത്. 5 വർഷത്തോളം അദ്ദേഹം അവിടെ കളിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ സ്ഥിരം പൊസിഷനില്ലാതെ കളിപ്പിക്കാൻ നിർബന്ധിതനായതിനാൽ തന്റെ യഥാർത്ഥ ടാലന്റ് പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് കരാർ കാലാവധി കഴിഞ്ഞപ്പോൾ പ്രതിഫലം കൂട്ടി നൽകണമെന്ന് അദ്ദേഹം മാഡ്രിഡിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ മാഡ്രിഡ് അത് നിരസിച്ചു. അദ്ദേഹം പുതിയ കരാറിൽ ഒപ്പിടുമെന്ന് മാഡ്രിഡ് ആരാധകർ കാത്തിരിക്കുമ്പോഴാണ് സ്പെയിനിൽ എത്തിച്ചുകൊണ്ട് ആ വാർത്ത പുറത്തുവരുന്നത്. സ്വന്തം കളിക്കാരനെ അവരുടെ ഏറ്റവും വലിയ ചിരവേരികൾ ഒരു രൂപ പോലും മുടക്കാതെ ഫ്രീ ട്രാൻസ്ഫറിൽ സ്വന്തമാക്കിയിരിക്കുന്നു. അതെ, ലൂയിസ് എൻറിക്കെ ബാഴ്സയിലേക്ക് ചേക്കേറിയിരിക്കുന്നു. മാഡ്രിഡ് ആരാധകർക്ക് ഇതൊരു വലിയ ചതിയായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മാഡ്രിഡിനെതിരെ കളിക്കാൻ തിരികെ എത്തിയപ്പോൾ ഫിഗോ കാമ്പിനോവിൽ ചെയ്തതുപോലെ നാണക്കേടോടെ തലതാഴ്ത്തി കാണികളുടെ അധിക്ഷേപങ്ങൾ ഏറ്റുവാങ്ങുമെന്നാണ് നിങ്ങൾ കരുതിയെങ്കിൽ തെറ്റി. പുള്ളി ഒരു കിടിലൻ ഗോളടിക്കുകയും ജീവിതത്തിൽ ഒരിക്കൽ പോലും മാഡ്രിഡ് ജേഴ്സി ധരിച്ചിട്ടില്ലാത്ത തരത്തിൽ അത് ആഘോഷിക്കുകയും ചെയ്തു. അവിടെയും തീർന്നില്ല. മാഡ്രിഡിനെതിരെ 5 ഗോൾ അടിച്ച അദ്ദേഹം രോഷാകുലരായ മാഡ്രിഡ് ആരാധകരുടെ മുന്നിൽ വെച്ച് ബാഴ്സലോണയുടെ ബാഡ്ജിൽ ഉമ്മ വെച്ച് അത്യുഗ്രനായി ആഘോഷിച്ചു. പിന്നീട് അദ്ദേഹം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി. ഒരു അഭിമുഖത്തിൽ വെള്ള ജേഴ്സി ഇട്ടപ്പോൾ തനിക്ക് ഒട്ടും ചേർച്ചയില്ലായിരുന്നുവെന്നും ബാഴ്സലോണ നീലയും ചുവപ്പും കലർന്ന ജേഴ്സിയാണ് തനിക്ക് ഏറ്റവും അനുയോജ്യമെന്നും അദ്ദേഹം തുറന്നടിച്ചു.